ഉത്തർപ്രദേശിൽ അലക്കുപൊടിയും സോയ ഓയിലും ഉപയോഗിച്ച് വൻതോതിൽ വ്യാജ സിന്തറ്റിക് പാൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വൻ മാഫിയയുടെ വിവരങ്ങൾ പുറത്ത്. ദേശീയ മാധ്യമമായ ദൈനിക് ഭാസ്കർ സംഘം നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് വ്യാജ പാൽ നിർമ്മാണത്തിന്റെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ വെളിപ്പെട്ടത്. വെറും 20 ലിറ്റർ ശുദ്ധമായ പാൽ മിനിറ്റുകൾക്കുള്ളിൽ 80 ലിറ്റർ വ്യാജ പാലാക്കി മാറ്റുന്ന വിദ്യയാണ് തട്ടിപ്പ് സംഘം ക്യാമറയ്ക്ക് മുന്നിൽ ലൈവായി ചെയ്തു കാണിച്ചത്. ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാജപാൽ ഫാക്ടറികൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാധ്യമപ്രവർത്തകരുടെ ഒളിക്യാമറയ്ക്ക് മുന്നിൽ യാതൊരു ഭയവുമില്ലാതെയാണ് വ്യാജപാൽ നിർമ്മിക്കുന്നയാൾ ഇതിന്റെ ഫോർമുല വിവരിച്ചത്. സാധാരണക്കാരെ പൂർണ്ണമായും ഭയപ്പെടുത്തുന്നതാണ് നിർമ്മാണ പ്രക്രിയ. ആദ്യഘട്ടത്തിൽ വലിയ പാത്രത്തിൽ കുറച്ച് സോയ ഓയിലും അലക്കുപൊടിയും ഒരുമിച്ച് ചേർക്കും. ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി വെളുത്ത നിറത്തിലുള്ള ഒരു മിശ്രിതമാക്കി മാറ്റും. പിന്നീട് ഈ വെളുത്ത പേസ്റ്റിലേക്ക് ഏകദേശം 60 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായി കലർത്തുന്നു. സോപ്പ് പൊടിയുടെ സാന്നിധ്യം കാരണം വെള്ളം പൂർണ്ണമായും പാലിന്റെ നിറത്തിലേക്ക് മാറുകയും മുകളിൽ പത വരികയും ചെയ്യും. ഈ വെള്ളത്തിലേക്ക് കൃത്യം 20 ലിറ്റർ മാത്രം ശുദ്ധമായ പശുവിൻ പാലോ എരുമപ്പാലോ ചേർക്കും. യഥാർത്ഥ പാലിന്റെ മണവും രുചിയും ലഭിക്കാൻ വേണ്ടിയാണ് ഈ 20 ലിറ്റർ പാൽ ഉപയോഗിക്കുന്നത്. വെറും വെള്ളവും അലക്കുപൊടിയും ചേർത്തതിനാൽ ഈ പാലിന് കട്ടി കുറവായിരിക്കും. പാലിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനായി ഇതിലേക്ക് 2 കിലോ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ശർക്കര പൊടി ചേർക്കും. ഒടുവിൽ പാൽ കൂടുതൽ കട്ടിയുള്ളതാക്കാൻ സ്കിമിഡ് മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നതോടെ യഥാർത്ഥ പാലിന് വെല്ലുന്ന 80 ലിറ്റർ കൃത്രിമ പാൽ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാകും. ഈ അധോലോക വ്യവസായത്തിൽ വ്യാജപാലിനെ ഡിഫറൻസ് കാ ദൂത് എന്നാണ് കോഡ് വേർഡായി വിളിക്കുന്നത്. സാധാരണ ഡയറി ഫാമുകളിലോ സർക്കാർ സംവിധാനങ്ങളിലോ നടത്തുന്ന പരിശോധനകളിൽ ഈ പാൽ വ്യാജനാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. ഇതിൽ ചേർക്കുന്ന ഗ്ലൂക്കോസ് കാരണം പാലിൽ അമിത മധുരം വരാതിരിക്കാൻ പ്രത്യേക കെമിക്കലുകൾ ഇവർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന കൊഴുപ്പ്, SNF എന്നിവ കൃത്യമായ അളവിൽ കാണിക്കാൻ കെമിക്കലുകളുടെ അളവ് ഇവർ കൃത്യമായി ക്രമീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാബ് പരിശോധനകളിൽ പോലും ഈ പാൽ എളുപ്പത്തിൽ പാസ്സായി വിപണിയിലേക്ക് എത്തുന്നു. ഉത്തർപ്രദേശിൽ മാത്രം പ്രതിദിനം ഏകദേശം 135 കോടി രൂപയുടെ വ്യാജപാൽ ഇത്തരത്തിൽ വിപണിയിൽ വിറ്റഴിയുന്നുണ്ടെന്നാണ് ഈ രംഗത്തുള്ളവർ വെളിപ്പെടുത്തുന്നത്.